ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഇതേ റിവ്യൂവിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും അധികം പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള ഓൾട്ടോ ആണ്. 2007 മോഡൽ വണ്ടിയാണ്. 2027 പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓൾട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് ഇപ്പോൾ ഏറ്റവും ഫസ്റ്റ് ടൈം വണ്ടി മേടിക്കുന്നവർ എല്ലാവരും ഓൾട്ടോയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന സമയമാണ്. ഓൾട്ടോയ്ക്ക് മാക്സിമം ഡിമാൻഡ് ഇരിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഓൾട്ടോയുടെ കൂടുതൽ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഫ്രണ്ട് നോക്കുമ്പോഴായാലും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ഈ വണ്ടി 2007 അതിന്റെ പഴക്കവും കാര്യങ്ങളും ഇല്ല കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ്. ബ്ലാക്ക് ബമ്പറൊക്കെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല റെഡ്, ഡാർക്ക് റെഡ് കളറാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. നല്ലൊരു കോമ്പിനേഷൻ ഓൾട്ടോയ്ക്ക് തന്നെ നല്ല ഫിനിഷിംഗ് ഉള്ള സ്റ്റാൻഡേർഡ് കളറാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് വശം ആയാലും ബ്ലാക്ക് ബമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കുറച്ചുകൂടെ വലിപ്പവും കാര്യങ്ങളൊക്കെ തോന്നിക്കും. അപ്പോൾ ബാക്കി സൈഡ് വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. 13 ഇഞ്ച് ടയറും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് വരുന്നത്. അതുപോലെ ഫ്രണ്ട് 2 പുത്തൻ ടയറൊക്കെയാണ് വണ്ടിക്ക് ഇട്ടിട്ടുള്ളത്. സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒതുക്കമുള്ള ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെയാണ് ഓൾട്ടോയ്ക്ക് വരുന്നത്. അല്ല, നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഏത് വഴി കൂടെ ഓടിച്ച് പോകാം കേട്ടോ. നല്ല വണ്ടിയുടെ ഇന്റീരിയറും കാര്യങ്ങളും കാണിച്ചു തരാം. ഡോറൊക്കെ ആയാലും നല്ല മാന്യമായിട്ടുള്ള ക്വാളിറ്റിയിലാണ് ഡോറും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത്യാവശ്യം വൈഡായിട്ട് തന്നെ ഓപ്പൺ ആവുന്നുണ്ട്. ഫൈബർ ഡോർ പാനലും കാര്യമൊക്കെ ഉണ്ടോ സാധനങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ വണ്ടിയുടെ ഇന്റീരിയർ കാണിച്ചു തരാം. കയറി ഇറങ്ങാനൊക്കെ ആയാലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. നല്ല നീറ്റായിട്ട് കയറി ഇറങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്റീരിയർ നോക്കുമ്പോഴായാലും നമുക്ക് കാണാവുന്നതാണ്. നല്ല നീറ്റായിട്ടുള്ള ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെയാണ്. ഓവറായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ആൻഡ്രോയിഡ് സ്ക്രീൻ കൊടുക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ നോർമലി പാനസോണിക്കിന്റെ ഒരു നോർമൽ സ്റ്റീരിയോ ആണ്. അതൊക്കെ പക്ക വർക്കിംഗ് ആണ്. നല്ല കൂളിംഗ് ഉള്ള എ സി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ മൊത്തത്തിൽ നോക്കുമ്പോഴായാലും അനലോഗ് പ്ലസ് ഡിജിറ്റൽ വരുന്ന ഒരു മീറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മൊത്തത്തിലായാലും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡ് കാണിച്ചു തരാം. ബാക്ക് സൈഡ് നോക്കുമ്പോഴായാലും അവിടെ നല്ല വൃത്തിയായിട്ട് തന്നെയുള്ളത്. നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം 3 പേർക്ക് ഇരുന്ന് സഞ്ചരിക്കാം കേട്ടോ. അല്ല, ആവറേജ് ലെഗ് റൂം, ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് ഓടി അവിഞ്ഞ വണ്ടിയല്ല കേട്ടോ. ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുമ്പോഴായി തന്നെ അത്യാവശ്യം നല്ല വൃത്തി തന്നെയുള്ള ഡിസൈൻ എന്ന് പറയാം കേട്ടോ. നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഗ്ലാസ് ഏരിയയും കാര്യങ്ങളും വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള 2 ടൈൽ ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എക്സ്ട്രാ ആയിട്ട് ഒരു ബ്രേക്ക് ലൈറ്റിന്റെ മൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡിക്കി കെയിൽ അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ബെമ്പറയിൽ ബ്ലാക്ക് ബെമ്പർ ആയതായാലും അത്യാവശ്യം നല്ല ഭംഗി തന്നെയാണ് ഉള്ളത്. ആ കളർ രണ്ട് നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. വണ്ടിയുടെ ബൂട്ട് സ്പേസ് നോക്കാം. ബൂട്ട് സ്പേസ് നോക്കുമ്പോഴേ അത്യാവശ്യം നല്ല സെന്നിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ ഇവിടെ അടിയിലായിട്ട് നീറ്റായിട്ട് തന്നെ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത്യാവശ്യം ഒരു ചെറിയ ഫാമിലിയുടെ ലഗേജും കാര്യങ്ങളും ഉണ്ടാവുന്ന സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല സ്പെയർ കീയും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉള്ള വാഹനമാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരുന്ന വാഹനമാണ്. സൈഡ് വ്യൂ നോക്കുമ്പോഴായാലും അത്യാവശ്യം ബീഡിങ്ങും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് ഭംഗി തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അതുപോലെ നോർമൽ മിറേഴ്സും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് കൺവേർട്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഉള്ളിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന മിററൊക്കെ ആക്കാം കേട്ടോ. ചെറിയൊരു ചിലവിലാക്കാവുന്നേ ഉള്ളൂ. പിന്നെ വീൽ കപ്പുകളൊക്കെ ആയാലും നല്ല ഭംഗിയുള്ള നോർമൽ വീൽ കപ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഭംഗി തന്നെ സൂക്ഷിച്ചിട്ടുണ്ടോ. അപ്പോൾ ഈ വാഹനത്തിന്റെ എഞ്ചിൻ റൂം നോക്കാം കേട്ടോ. എഞ്ചിൻ റൂം നോക്കുമ്പോൾ തന്നെ കാണാവുന്നതാണ്. അത്യാവശ്യം നല്ല വൃത്തി തന്നെയാണ് ഉള്ളത്. വേറെ അബ്രോണും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേ നമുക്ക് കാണാവുന്നതാണ്. വേറെ തട്ടോ മുട്ടോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആക്സിഡന്റ് പറ്റി പണിതിട്ടൊന്നുമില്ല കേട്ടോ. 2 അബ്രോണുകളും പക്കയായിട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ വണ്ടിയുടെ ബോണറ്റിന്റെ പേസ്റ്റിങ്ങൾ നോക്കുമ്പോഴേ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. വേറെ മേജർ ആക്സിഡന്റ് ഒന്നും മീറ്റ് ചെയ്യാത്ത വണ്ടിയാണ്. അല്ല, ഓയിൽ ലീക്കോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. നല്ല നീറ്റ് ആയിട്ടുള്ള എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ്. പക്കയായിട്ട് കൊണ്ടുവരുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഓൾട്ടോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം മൈലേജും കാര്യങ്ങളും ലഭിക്കുന്ന നല്ലൊരു വാഹനമാണ്. ഫാമിലി കാറാണ്. അത്യാവശ്യം 18 കിലോമീറ്റർ മൈലേജും കാര്യങ്ങളൊക്കെ ലഭിക്കും കേട്ടോ. നമ്മുടെ ഓൾട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടി വളരെ കംഫർട്ടബിൾ ആട്ടോ. യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈസി ആയിട്ട് നമുക്ക് ഓടിച്ചു പോവാം. നല്ല എ സി ഒക്കെ ആയാലും അത്യാവശ്യം നല്ല കൂളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റീരിയോ ഒക്കെ പക്ക വർക്കിംഗ് ആട്ടോ. ചുറ്റുമ്പോൾ നല്ല വിസിബിലിറ്റി ആണ്. അതുകൊണ്ട് വണ്ടിക്ക് വലിപ്പം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. ലേഡീസിനും ഈസി ആയിട്ട് ഓടിച്ചു പോവാം. അപ്പോൾ അതേ വണ്ടിക്ക് ഫ്രണ്ടോട്ട് നോക്കുമ്പോഴായാലും അത്യാവശ്യം നല്ല വിസിബിലിറ്റി തന്നെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഓൾട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓൾട്ടോ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് ഈ വാഹനം കൊടുക്കാം. ഈ വാഹനം കൊടുക്കാനുള്ള വാഹനമാണ്. 2007 മോഡൽ വരുന്നത്. 27 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ നോക്കിയിട്ട് വിളിച്ചാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വന്നവരെ ബൈ ബൈ.